ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നുമില്ല. ജസ്റ്റ് ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ കുറച്ച് പായസം ഉണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പലത്തിൽ നിന്ന് കഴിപ്പിച്ച പായസം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ ഉള്ള കാരണം ഞാൻ വിചാരിച്ചു അച്ഛനും കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഒരു ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഞാൻ നേരെ ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതേ നമ്മളെ വായനശാലയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള അടിപൊളി വായനശാല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബുക്കും കൂടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരാളാണെന്ന്. ഒരിക്കലല്ല കേട്ടോ. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു ബുക്ക് നോവലൊക്കെ എടുക്കും എന്നുള്ളതല്ലാതെ ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളൊന്നുമല്ല. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബുക്ക് അധ്യാപന കഥകളാണ് കേട്ടോ. കൂടുതലും ഞാൻ നോവലൊക്കെയാണ് വായിക്കാറുള്ളത്. പിന്നെ ഞാൻ മലപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ചില സമയത്തൊക്കെ ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ ബീച്ചിലേക്കാണ് വന്നത്. അപ്പോൾ ബീച്ച് ഭയങ്കര അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിത് തണലത്തിരിക്കുകയാണ് കേട്ടോ. കൂടെ എൻ്റെ അച്ഛനും ഉണ്ട്, ഞാനും അച്ഛനും കൂടിയാണ്. ഫോണിൽ അത്യാവശ്യം ചാർജൊന്നും ഇല്ല കേട്ടോ. അത് കാരണം വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. ഓൾറെഡി വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അച്ഛൻ ഓൾറെഡി ചായ കുടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചായ മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അധികം ആൾക്കാരൊന്നുമില്ല, അപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ 3:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ കുറേയും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂവും കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഞാനും അച്ഛനും കൂടി ഇതേ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ ചായ കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കി ഇരിക്കുവാണ്. കുറേ നാളായി നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പുറകിൽ നടക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി നടക്കുകയും ചെയ്യും. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ യൂട്യൂബ് ചാനൽ. പക്ഷേ അതിനകത്ത് മോണിറ്റൈസ് ആയാലേ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ എപ്പോഴും എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ഫോൺ യൂസ് ആക്കുന്ന ഒരാളാണ്, അഡിക്ഷൻ ആണെന്നൊക്കെ ഒരു ഇതിൽ തോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നാളത്തേക്ക് അത് മാറ്റി നിർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ആയത്. ആക്റ്റീവ് ആവണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കുറ്റപ്പെടുത്തലും സങ്കടം കാണുമ്പോൾ പിന്നെ നമുക്കൊരു എടുക്കാനും തോന്നില്ല. അങ്ങനെ ഇതേ ചായ വന്നിട്ടുണ്ട്. വടയാണ് കേട്ടോ. എപ്പോഴും ഞാൻ പഴംപൊരി ആയിരിക്കും കഴിക്കുക, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇതേ വടയാണ് എടുത്തെടുത്തത് കേട്ടോ. ഞാനിപ്പോൾ മെയിനായിട്ടും ഈ വീഡിയോ പെട്ടെന്ന് ഇടാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറിയില്ലാത്ത, അതായത് എന്നെ പേഴ്സണലി അറിയില്ലാത്ത ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി വീഡിയോ ഒന്നും ഇടില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എന്തോ ഓക്കെ, നമ്മളെ വെയിറ്റ് ആക്കുന്ന 1-2 പേരുണ്ടെങ്കിൽ പോലും എനിക്കത് ഭയങ്കര ഹാപ്പി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോയിൽ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോ വല്ലപ്പോഴെങ്കിലൊക്കെ ഇടാം. അവരോടൊരു സന്തോഷം, അത് എൻ്റെ സന്തോഷം കൂടിയാണെന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഞങ്ങളതല്ല, ഞാൻ മാത്രം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ബീച്ചിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് നേരത്തെ അവിടെ ഇരുന്നില്ലേ, അവിടെ അച്ഛൻ എന്നെ വെയിറ്റ് ആക്കി ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ എനിക്ക് ബീച്ചിലേക്ക് വരുന്നത് അത്ര വലിയ ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല. ഞാൻ വരാറുള്ളത് തന്നെ അച്ഛനെ കാണാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ എനിക്ക് പോകാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് കുറേ ഉള്ളത് കാരണം അവരോടൊക്കെ ഒന്ന് വർത്തമാനം പറയാനായിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. മെയിനായിട്ട് ചായ കുടിക്കാനോ അച്ഛനെ കാണാനാണ് ഇവിടെ വരാറുള്ളത്. വീട്ടിൽ ചെന്നാൽ ഒരിക്കലും അച്ഛനെ കാണാൻ വേണ്ടി പറ്റത്തില്ല. അച്ഛൻ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരിക്കും. പണ്ട് ഞാൻ വന്നുകൊണ്ടിരുന്നത് ഇവിടെ ഇരുന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറച്ച് ആളുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ വൈകുന്നേരം സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഉള്ള ലീവുള്ള സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ. കുറച്ച് പേര് ബീച്ചിൽ കുളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ. അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് പണ്ടത്തെ ഓർമ്മകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി ഇതുപോലെ ബീച്ചിൽ കാണാൻ വേണ്ടി വന്നിട്ട് ബീച്ചിൽ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല ഓർമ്മ വരും. അത് കാരണം എനിക്ക് ചെറുതായിട്ട് പേടിയാണ്. ഞാൻ ഒരുപാട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകാറില്ല. ഈ സൈഡിൽ തന്നെ അധികം ചെറിയ രീതിയിലൊക്കെ നിൽക്കുകയേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആർട്ടിസ്റ്റ് ബേബി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. വീഡിയോയിൽ സൺസെറ്റ് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ചും കൂടി കഴിയുമ്പോൾ എൻ്റെ ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ആകും. ഇപ്പോഴും സൂര്യൻ താഴ്ന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവിടെ കളിച്ചപ്പോൾ മടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് പോയപ്പോൾ
അച്ഛൻ അവിടെ എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനെടുത്ത ബുക്കാണ് ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. എൻ്റെ അച്ഛന് ഇങ്ങനെ ബുക്കൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ബുക്ക് കാര്യങ്ങളുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ ഇങ്ങനെ ബുക്ക് റെഫർ ചെയ്യുന്ന ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനെടുത്ത ബുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചത് അങ്ങോട്ട് സൈഡിലേക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ ഇതേ പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഫോൺ ഇപ്പോൾ ഓഫാകും കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു പുതിയൊരു വീഡിയോയിലൊക്കെ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.